ഇന്ന് ചേർന്ന മേഖലാ സമിതികളുടെ ആദ്യ യോഗത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയത്. DCC ഉൾപ്പെടെ പാർട്ടി ഘടകങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ? പോഷകഘടകങ്ങളുടെ സഹകരണം എത്രത്തോളം? വിമത പ്രവർത്തനം നടന്നിട്ടുണ്ടോ? വിഭാഗീയത പ്രശ്നമായിട്ടുണ്ടോ? തുടങ്ങി 19 കാര്യങ്ങൾ സമിതികൾ പരിശോധിക്കും. സമിതികൾ ഓരോ ജില്ലയിലും സിറ്റിംഗ് നടത്തിയാണ് തെളിവെടുക്കുക. നിഷ്പക്ഷമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതായി KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. തികച്ചും നീതിപൂർവമായി നിഷ്പക്ഷമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പരാതികളെക്കുറിച്ച് അത് സമയബന്ധിതമായി പരിശോധിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ജൂലൈ 5-നകം ഈ സമിതികളുടെ പരിശോധനാ റിപ്പോർട്ട് KPCCക്ക് കൈമാറണം എന്ന ധാരണയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. തുടർ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ കാലതാമസം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് വളരെ സമയബന്ധിതമായി തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഈ റിപ്പോർട്ട് കഴിഞ്ഞുപോയ പഠന റിപ്പോർട്ടുകളെ പോലെ ആകില്ലെന്നും സുധീരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയം പഠിക്കാനായി 4 മേഖലാ സമിതികളെയാണ് KPCC ചുമതലപ്പെടുത്തിയത്. മീഡിയ 1 തിരുവനന്തപുരം.